ബിജെപിയുടെ ഉപകരണമായി നിന്നുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്ററെ, അതും വളരെ പാവപ്പെട്ടവരെ, സാധാരണക്കാരനെ, സോഷ്യൽ ജസ്റ്റിസ് ആവശ്യമുള്ളവർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്നും തകർക്കാനുള്ള ബിജെപിയുടെയും ജെഡിഎസിന്റെയും ഗൂഢാലോചനയെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. സിദ്ധാരാമയ്യ നിലകൊള്ളുന്ന പ്രത്യയശാസ്ത്രമുണ്ട്, ഐഡിയോളജി ഉണ്ട്. അത് കോൺഗ്രസ് ഉയർത്തുന്ന ഐഡിയോളജി തന്നെ. പക്ഷെ അത് അദ്ദേഹം നടത്തുന്ന ഐഡിയോളജിയിൽ വിഭ്രാന്തി പൂണ്ട ചില വിഭാഗങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢപദ്ധതിയാണ് ബിജെപിയിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അതിന് ഗവർണർ കരുവാക്കാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഗവർണർ? ആരെങ്കിലും ഒരു സ്വകാര്യ പെറ്റീഷൻ കൊടുത്താൽ ഉടനെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുകയാണോ ഗവർണർ ചെയ്യേണ്ടത്? ഗവർണർ എന്ന പദവി ഒരു മുഖ്യമന്ത്രിയെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ, ഒരു ഗവൺമെന്റിനെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുകയാണോ വേണ്ടത്? അത് കൃത്യമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. അവിടെ നമുക്കറിയാം. പിന്നെ യെദ്യൂരപ്പ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ അഴിമതി ആരോപണം എത്രയായിരുന്നു? ഈ ഗവർണർ അക്ഷരം വേണ്ടിയിരുന്നോ? ആ ഗവൺമെന്റിനെതിരായിട്ടുണ്ടായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതുപോലുള്ള യോഗായിക്ക വിധികൾ, ഇതൊരു പെറ്റീഷനാണ്. ആ പെറ്റീഷനാണ് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലിയർ കോൺസ്പിറസിയാണ്. കർണാടകത്തിലെ ഗവൺമെന്റ് ഗ്യാരണ്ടി സ്കീമുകളിലൂടെ പാവപ്പെട്ടവന്റെ ഗവൺമെന്റാണ്. ഏറ്റവും അടിസ്ഥാനപരമായി താഴെത്തട്ടിലുള്ള പട്ടികജാതി, പട്ടികവർഗ, ഒബിസി, അതർ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഒരു സർക്കാരാണ്. അതിൽ അസ്വസ്ഥത പൂണ്ടവർ, അതിൽ വിറളി പൂണ്ടവർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ശക്തമായി എതിർക്കും. ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടും. ഒരു 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 തിരിച്ചടിയും നേരിടാൻ പോണില്ല. ഇതിനു മുമ്പും കുറെ ആൾ പോയിരുന്നു. അവർക്കിപ്പോ എവിടെയാ? തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലുമാറ്റം നടത്തിയാലൊന്നും ഒരു തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാൻ കഴിയില്ല. എന്നതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോഴുണ്ട്. ജാർഖണ്ഡിൽ, കശ്മീരിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ 4 ഇന്ത്യ സഖ്യം കോൺഗ്രസ് പാർട്ടിയും വലിയ ഭൂരിപക്ഷത്തോടെ ഗവൺമെന്റ് ഉണ്ടാക്കും. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയും. ഓക്കെ, താങ്ക് യു. അതിനല്ലേ സജ്ജമാകാനല്ലേ ഇന്നിപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നത്, എല്ലാ നേതാക്കന്മാരും കൂടിയിരിക്കുന്നത്. ഞങ്ങൾ വളരെ സജ്ജമാണ്. ബൈ ഇലക്ഷൻ സജ്ജമാണ്. ആ സജ്ജമാവുന്ന പ്രക്രിയയിലാണ് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഉള്ളത്. അതിനകത്ത് സംശയമൊന്നുമില്ല. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ പൂർണ്ണമായിട്ടും സജ്ജമാണ്.